ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് ജയപ്രകാശ്. എത്ര പേരുടെ പേരറിയാം? നിന്റെ പേരറിയോ? ജെ പി എന്ന് പറഞ്ഞാൽ അതിനെ ആയിട്ടുണ്ടാവില്ല നിങ്ങൾ മനസ്സിൽ. എൻ്റെ പേര് ജയപ്രകാശ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ജയപ്രകാശ് ലൈഫ് കോച്ച് കണ്ട ഇതാണ് എൻ്റെ പേര്. മറന്നു പോകട്ടാ. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്രിപ്റ്റിംഗ്, ഫ്യൂച്ചറിലെ സ്ക്രിപ്റ്റിംഗ്. ഇന്ന് നമ്മളെ ലൈഫ് മാറ്റാൻ പോവാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളിപ്പോ യൂട്യൂബിലായാലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ കാണുക, വേറെ സമയത്തേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ അല്ലേ? കാരണം ഇത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളങ്ങനെ മാറുമ്പോൾ നമ്മൾ കാണില്ല, ഒരിക്കലും കാണില്ല പോയിട്ട്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ നെക്കി പോയിട്ട് പിന്നെ കാണാം വെച്ചിരുന്നു, പിന്നെ കാണില്ല. അപ്പം എന്ത് ചെയ്യാം, ആ നെക്കി അപ്പൊ തന്നെ ഇത് ഫുള്ളായി കാണാം, കണ്ടിന്യൂസ് കാണാം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു മെഡിറ്റേഷൻ, നമ്മൾ മൈൻഡ് കാമാക്കണം നമുക്ക്. അപ്പൊ എല്ലാവരും പോയി ഇരുന്നോ, നമുക്കൊരു ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. അത് നമുക്കൊന്ന് കൂളാവും നമ്മളെല്ലാവരും, ഞാനടക്കം നിങ്ങളും. അപ്പോ ഇരിക്കണൊക്കെ അറിയില്ലേ, നമ്മൾ ഇതുപോലെ ഇരിക്കുക, കൈകള് ചിമ്മുദ്ര വെക്കുക, അല്ലെങ്കിൽ ധ്യാനമുദ്ര വെക്കുക, നന്നായിട്ട് കാമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയിക്കുവാനുമുള്ള മെഡിറ്റേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ഭാവിയിലെ ആ വ്യക്തിയെ ഒന്ന് കാണുക. സന്തോഷമായ സമ്പത്തുള്ള വ്യക്തിയെ കാണുക. നല്ലൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം അതിനെ പുറത്തേക്ക് വിടുക. വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം അതിനെ പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം എടുക്കുക. സാവധാനം അതിനെ പുറത്തേക്ക് വിടുക. ഇപ്പോൾ ഞാൻ ശാന്തനും ശക്തനുമാണ്. എൻ്റെ മനസ്സിപ്പോൾ ശാന്തമായിരിക്കുകയാണ്, റിലാക്സ് ആയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഓരോ അവയവത്തെയും ഞാൻ റിലാക്സ് ആക്കുവാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, എൻ്റെ കാൽവിരലുകൾ റിലാക്സ് ആവുന്നു. എൻ്റെ കാൽമുട്ടുകൾ, അരവട്ടം, വയർ, ഇടുപ്പ് എന്നിവയെല്ലാം റിലാക്സ് ആകുന്നു. തല റിലാക്സ് ആകുന്നു. തലയിലെ ഏതോ ഒരു ഭാരത്തെ താഴേക്ക് വെക്കുന്നതായിട്ട് ഞാനിപ്പോൾ അനുഭവിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. തിരിച്ചു വരാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് സാവധാനം വിടുക. ഉണരുക, ശാന്തമായിട്ട് ഉണരുക. കൈകൾ കൂട്ടിത്തിരുമ്പുക, ചൂടോട് കൂടി മുഖത്ത് വയ്ക്കുക. ഓക്കെ, കണ്ണു തുറന്നോളൂ. ഓക്കെ, സെറ്റ്. നമ്മളിപ്പോ ശാന്തമായിരിക്കുകയാണ്. വീണ്ടും നിങ്ങൾ തിരിച്ചു വരും. ക്യാമറ ഓൺ ആക്കൂ. ഹാപ്പി അല്ലേ? ഒന്ന് അയച്ച് ഐ ആം ഹാപ്പി എന്ന് വയ്ക്കും. ഐ ആം ഹാപ്പി കമന്റ് ഇട്ടോളൂ. യൂട്യൂബിൽ കമന്റ് ഇട്ടോളൂ. ഞാൻ സന്തോഷവാനാണ്, അല്ലെങ്കിൽ ഐ ആം ഹാപ്പി എന്നുള്ള കമന്റ് ഇട്ടെ. ഐ ആം ഹാപ്പി. ഓക്കെ, ഞാൻ സന്തോഷവാനാണ്, സന്തോഷവതിയാണ്. അപ്പോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഗോൾസ്. എന്താ നമ്മുടെ ഗോൾസ്? അതിവിടെ എഴുതുക. ബുക്കും പേനൊക്കെ ഇല്ലേ കയ്യില്? ബുക്കും പേന എടുക്കുക, നമ്മൾ ഗോൾസ് എഴുതുക. ഒരു 2 മിനിറ്റ് തരും. ഗോൾസ് എഴുതുക. നമ്മൾ ലൈഫിൽ നമുക്ക് എന്താ ആവശ്യം, അത് പണമായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ,
എന്തു ആയിക്കോട്ടെ ആ ഒരു കാര്യം ഇന്ന് എഴുതാൻ പോകണം. ഡേറ്റ് ഒന്നും ഇടണ്ട, ജസ്റ്റ് എഴുതാം. ലഭിച്ചു എന്ന് എഴുതാം. എനിക്ക് കാര്യം ലഭിച്ചു, ഈ സംഭവം ലഭിച്ചു എന്ന് എഴുതാം. എന്താ ആവശ്യമാണോ ആ ഒരു കാര്യം ലഭിച്ചു എന്ന് എഴുതാം. എപ്പോഴും ഗോൾസിനെ നമ്മൾ കാണണം, കാണത്തോട്ട് ചോദിക്കുക, എപ്പോഴും നോക്കിയിരിക്കുക അതിനെ, അത് വായിച്ചു നോക്കാം, എപ്പോഴും നോക്കിയാലും വായിച്ചു നോക്കാം ലക്ഷ്യത്തെ. കുറച്ച് സ്പീഡാക്കി കൂട്ടാം. നമ്മളുടെ സമ്പത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള എന്തെങ്കിലും ഒരു ഇതായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, ജോബ് ആയിരിക്കാം. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ്, നമുക്ക് ആരെയാണ് അട്രാക്ട് ചെയ്യാനുള്ളത്, ആ വ്യക്തിയുടെ പേരും ആ വ്യക്തിനെ നമ്മൾ ലഭിച്ച പോലെ കാണുക, അത് എഴുതുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ഹെൽത്ത്, അതിനെപ്പറ്റി പറ്റി എഴുതുക. കരിയർ എഴുതുക. പിന്നെ എന്താണ് ആവശ്യം, ഇനി ആത്മീയതാണെങ്കിൽ അതും എഴുതുക. സഹായിക്കാണെങ്കിൽ അതും എഴുതുക, മറ്റുള്ള സഹായിക്കാണെങ്കിൽ അതും എഴുതുക. ഇതൊക്കെ ലക്ഷ്യങ്ങളാണ്. എഴുതിച്ചോ. ക്യാമറ ഓണാക്കുന്നത്, ക്യാമറ ഓണാക്കാം. ഓണാക്കാന്ന് പറഞ്ഞാട്ടോ, ഓഫാക്കാനല്ല. ഓക്കെ, ഏത് കാര്യം ചോദിക്കുന്നു. ഇനി നമ്മള് ഒരു പ്രതിജ്ഞ ചെയ്യാൻ പോണം. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പിട്ടേക്കും. അപ്പോ നമ്മൾ ഇന്നൊരു പ്രതിജ്ഞ ചെയ്യാൻ പോണ്. നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി മുതൽ നമ്മൾ ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തില്ല, സ്വയം കുറ്റപ്പെടുത്തില്ല. പറയുക, എന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല ഒരിക്കലും. ഇത്രയും കാലം ജീവിച്ച ജീവിതം എങ്ങനെയായിരുന്നോ എന്നുള്ളതല്ല, ഇനി ജീവിക്കാൻ പോകുന്നതാണ് എന്റെ ജീവിതം. ഓക്കെ. അപ്പൊ ഇനി ഞാൻ എന്റെ ജീവിതത്തെ പഴയ ആ പാസ്റ്റിലെ കാര്യം വെച്ചിട്ട് എഴുതിക്കോ. പാസ്റ്റിലെ ഓരോ ട്രോമകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നമ്മളെ നഷ്ടപ്പെട്ടതായിക്കോട്ടെ, നഷ്ടപ്പെട്ടു പോയ വ്യക്തികളായിക്കോട്ടെ, പണമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തില്ല. അങ്ങനെ ഉണ്ടായിപ്പോയി, സാരമില്ല. പക്ഷെ ഇനി ഞാൻ എന്റെ ലൈഫ് മാറ്റാൻ പോവാണ്, ഫ്യൂച്ചർ എഴുതാൻ പോവാണ്. അപ്പൊ ഞാൻ ഈ സംഭവം ഒഴിവാക്കാൻ പോവാണ്. ഇത് എന്തായാലും ചെയ്യണം, നിർബന്ധമാണ്. കുറ്റപ്പെടുത്തരുത്. ഇനിയും പോകേണ്ടത് മുന്നോട്ടാണ്. സ്റ്റെപ്പ് ബൈ ആയിട്ട് നമ്മൾ ഒരു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പഴയ പാസ്റ്റിലേക്ക് നോക്കാതെ, പാസ്റ്റിലേക്ക് നോക്കണം, പക്ഷെ ആ തെറ്റ് പറ്റി സംഭവം പിന്നെ ഓർത്തുകൊണ്ട് അവിടെ നമ്മൾ ഇരിക്കരുത്. അത് പറ്റിപ്പോയി, പക്ഷെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പുതിയ അധ്യായങ്ങളാണ് വരുന്നത്. അപ്പൊ ഇനി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് പ്രതിജ്ഞയാണ്. ഞാൻ ഇപ്പോ എഴുതിയ ലക്ഷ്യം, എന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ഇനി പ്രവർത്തിക്കും, തയ്യാറാണ്, പ്രവർത്തിക്കാൻ തയ്യാറാണ് ഞാൻ. എന്റെ ഇപ്പൊ ഞാൻ എഴുതിയ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് പ്രതിജ്ഞ ചെയ്യാം.
അപ്പോൾ നമ്മള് ഒരു കാര്യം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം വർദ്ധിക്കും. അതറിയില്ല നിങ്ങൾക്ക്? നമ്മളൊരു കാര്യം ഫോക്കസ് ചെയ്യുന്നത് വർദ്ധിക്കും. അത് പണമായിക്കോട്ടെ, ബന്ധമായിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, അത് ഫോക്കസ് ചെയ്യുമ്പോൾ വർദ്ധിക്കും. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഗോൾസിലാണ്. ഇനി ഫോക്കസ് ചെയ്യുന്ന ഗോൾസ് മാത്രമാണ്, വേറെ ഫോക്കസ് ചെയ്യരുത്. ഇത് മാത്രം ഫോക്കസ് ചെയ്യുക. അത് ഡെയിലി ചെറിയ സ്റ്റെപ്പിന് വെക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഇല്ലെന്ന് പറയില്ല. ഇല്ല എന്നൊരു വാക്ക് പറയില്ല. അത് എഴുതിക്കോ അവിടെ. ഇല്ല, എന്റെ കയ്യിൽ പണമില്ല, എനിക്ക് ആരോഗ്യമില്ല, കഷ്ടപ്പാടാണ്, ഞാൻ രോഗിയാണ്, ഈ സംഭവങ്ങളൊന്നും പറയില്ല. ഒരു കള്ളി വരയ്ക്കുക, എന്നിട്ട് അവിടെ എഴുതുക. ഫസ്റ്റത്തില് എന്റെ കയ്യിൽ പണം ഇല്ല എന്ന് എഴുതുക. ഒരു കള്ളി എ കോളം, മറ്റേത് ബി കോളം ആക്കാം. എന്നിട്ട് അവിടെ എഴുതുക. ഒന്നാമത്തില് എന്റെ കയ്യിൽ പണമില്ല, എനിക്ക് ആരോഗ്യമില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല എന്ന് പറയാം. അത് എഴുതിക്കും, ധൈര്യമായിട്ട് കുഴപ്പമില്ല, എഴുതിക്കോളൂ. അപ്പുറത്ത് ബി കോളമാണ്, അത് നമുക്ക് ഇനി ആവാനുള്ളതാണ്. ഒരു ഏരമാർക്ക് കിട്ടും അവിടേക്ക്. അത് ഇനി പറയാനുള്ള അങ്ങനെയാണ്. ഇപ്പൊ പറയാൻ പണം കയ്യിലില്ല, എനിക്ക് ആരോഗ്യമില്ല, ഞാൻ രോഗിയാണെന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഈ സംഭവത്തിന് നേരെ പണമില്ലെന്ന് പറയുന്നതിന് പകരം പണം എന്നെ തേടിയെത്തുന്നു, പണം എന്നെ തേടിയെത്തുന്നു, എനിക്ക് ഒരുപാട് പണം ഉണ്ടെന്നും കൂടി ആയിരിക്കും. എനിക്ക് ഒരുപാട് പണമുണ്ട്. പിന്നെ പറയാനാണ് എനിക്ക് കഷ്ടപ്പാടാണെന്ന് പറയാണ്ട് പലരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ എഴുതേണ്ടത് എനിക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് എഴുതുക. പിന്നെ കടമാണെന്ന് പറയാതിട്ട, കടന്നുള്ള വാക്ക് വേണ്ട, പകരം സമൃദ്ധമായി പണം വരുന്നു പറഞ്ഞു. പിന്നെ എനിക്ക് ആരോഗ്യമില്ലെന്ന് പറഞ്ഞത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണെന്നും എഴുതുക. ഇത് അഫർമേഷൻ ആണ്, ഡെയിലി പറയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞുതരാം. നമ്മുടെ പഴയ ബില്ലുകളൊക്കെ ഇല്ലേ, കറണ്ട് ബില്ലും അത് ബില്ലുകളൊക്കെ ഇപ്പൊ ഉണ്ടാകാൻ കയ്യില്, അതൊക്കെ കളഞ്ഞേക്കിട്ടാ. അത് നമുക്ക് വേണ്ട. ഇനി പഴയ ബില്ലൊക്കെ എടുത്ത് കളയാം. പഴയ എന്ത് ബില്ലാണോ അതൊക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ കളഞ്ഞേക്കാം, നമുക്ക് ആവശ്യമില്ല, അതൊന്നും കളയാതെ നോക്കണ്ട ആ ഭാഗത്തേക്ക്. പിന്നെ പേഴ്സിൽ നമ്മൾ പൈസ വെക്കുമ്പോൾ ചുളിയാൻ പാടില്ല, ചുളി ഒന്നും വേണ്ട, അതും ചെയ്യാം. പിന്നെ പണം നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക. വെറുതെ പണം കൊണ്ടേ ഒരു വെക്കരുത്. ഓരോ കാര്യം നമ്മൾ വെക്കുമ്പോൾ കറക്റ്റ് പണം നമ്മൾ വെക്കാൻ ശ്രമിക്കുക. നമ്മൾ വെറുതെ പണത്തെ വലിച്ചെറിയരുത്, കറക്റ്റ് വെക്കാൻ ശ്രമിക്കുക. പണം അങ്ങനെ സൂക്ഷിക്കാൻ നോക്കുക. റെസ്പെക്ട് ചെയ്യുക. നിങ്ങൾ റെസ്പെക്ട് വേണമെങ്കിൽ നിങ്ങൾ റെസ്പെക്ട് കൊടുക്കണം, തിരിച്ചു വേണമെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യുക? പണത്തെ റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. പണം താഴെ പോയി പണം, അങ്ങനെ റെസ്പെക്ട് കൂടി എടുക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഓക്കെ, ഇത് ചെയ്ത് എക്സ്ട്രാ പോയിന്റ് ആണ്. ഓക്കെ, എഴുതി. ഇനി നമുക്ക് ഫ്യൂച്ചർ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹെഡിങ് കൊടുത്ത ഫ്യൂച്ചർ സ്ക്രിപ്റ്റ് ആണ് എഴുതാൻ പോകും നമ്മളിനി. ഇത് ഞാൻ ഉണ്ടാക്കിയ കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞുതരാം. മൈ ഫ്യൂച്ചർ സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ ഭാവിയിലെ കഥ. ഇപ്പൊ നമ്മൾ എന്താണോ എങ്ങനെയാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്കത് മാറാൻ പറ്റും. ഇന്ന് ഞാൻ എവിടെയാണോ എന്താണോ എന്നുള്ളതല്ല കാര്യങ്ങൾ, നാളെ ഞാൻ ആരായി തീരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇത് ഡെയിലി എഴുതണ്ട, എന്നും എഴുതണം. സംഭവം ഞാൻ പറഞ്ഞ ഈ സ്റ്റോറി എന്നും എഴുതണം. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാവരും ഇവിടെ ഇരിക്കുക, പോകരുത് ആരും, ഇവിടെ തന്നെ ഇരിക്കട്ടാ. ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഒരു പുതിയ അധ്യായത്തിൽ കയറുകയാണ്. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ഒരു പുതിയ അധ്യായത്തിൽ കയറുകയാണ്. ഓക്കെ, എൻ്റെ എനർജി, മൈൻഡ്, ഫോക്കസ്. എൻ്റെ എനർജി, ഇത് ഞാൻ നിങ്ങൾക്ക് PDF അയച്ചു തരാം, PDF സെറ്റ് ആക്കിയിട്ടുണ്ട്, തരാം. എൻ്റെ എനർജി, മൈൻഡ്, ഫോക്കസ് എല്ലാം പോസിറ്റീവിലേക്ക് മാറുകയാണ്. എൻ്റെ ഊർജം, മനസ്സ്, ഇതൊക്കെ
പോസിറ്റീവിലേക്ക് മാറുകയാണ്. ഓക്കെ, എനിക്ക് മുന്നിൽ തുറക്കുന്നത് വളർച്ചയും സമാധാനവും വിജയവും മാത്രമാണ്. എനിക്ക് മുന്നിൽ തുറക്കുന്നത് വളർച്ചയും സമാധാനവും വിജയവും മാത്രമാണ്. ഈ സ്ക്രിപ്റ്റ് എന്റെ എന്ന് പറഞ്ഞ് പൂർണ്ണമായി പറയുന്നില്ല, ഇത് ഇൻസ്പിറേഷൻ ആണ്. പലരെയും സ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ നോക്കിയിട്ടൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോൾ പറയുന്നുട്ടാ, ഞാൻ എന്റെ അടുത്ത് പറയുന്നില്ല. പലരെയും സ്ക്രിപ്റ്റിനൊക്കെ നമ്മൾ എനിക്ക് മുന്നിൽ തുറക്കുന്നത് വളർച്ചയും ഓൺലി കമന്റ് മാത്രം കേട്ടോ. ഞാൻ പറയും, എനിക്ക് മുന്നിൽ തുറക്കുന്നത് വളർച്ചയും സമാധാനവും വിജയവും മാത്രമാണ്. ലാസ്റ്റ് സംസാരിക്കാൻ സമയം തരാം. ഓക്കെ, കമന്റ് ഇട്ടാൽ മതി, പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഞാൻ കാണുന്നുണ്ട് കമന്റ്. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ? തമ്പിട്ട് തമ്പിടാണ് നിങ്ങളോട് ഉണ്ടോന്ന് അറിയാനിട്ടെ. ചിലപ്പോൾ ചിലരൊക്കെ ഫോണൊക്കെ വെച്ച് പോയിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. ഫോൺ വെച്ച് പോയിട്ടാ ഇവിടെ ഇരിക്കണം. ഞാൻ പറയാണ്ട് ഒരു സിനിമ കാണാൻ വന്നിട്ടുള്ളതല്ല, വന്നിട്ടുള്ളത് നിങ്ങൾ പഠിക്കാൻ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് നന്ദി, കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഒരു ഹെഡിങ് കൊടുക്കാം. എഴുതി, എന്റെ വഴിയിൽ വരാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഇന്ന് തന്നെ നന്ദി പറയുന്നു. ഇന്ന്, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് നമ്മൾ ദിവസം എഴുതണമല്ല. അപ്പൊ ഇന്നെന്ന് പറഞ്ഞ എപ്പോഴും എഴുതണം. ഇന്ന് തന്നെ നന്ദി പറയുന്നു. എന്റെ വഴിയിൽ വരാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഇന്ന് തന്നെ നന്ദി പറയുന്നു. പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം, അടുത്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം എന്റെ ജീവിതം ഞാൻ ചിന്തിക്കുന്നതിൽ മനോഹരമാക്കി മാറ്റുന്നു. പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം എന്റെ ജീവിതം ചിന്തിച്ചതിലും മനോഹരമാക്കി മാറ്റുന്നു. ഓക്കെ, ഇനിയാണ് നിങ്ങളുടെ ഗോൾസ് എഴുതുന്ന സമയം കേട്ടോ. ഇതുവരെ എഴുതിയ തമ്പിട്ടേക്ക്. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഗോളുകളാണ് എഴുതാൻ പോകുന്നത്. ഞാൻ ഒരു എത്ര എണ്ണം ഉണ്ട്, കുറച്ച് 1 2 3 4 5 6 7 8 എണ്ണം നോക്കി പറഞ്ഞുതരാം. ഫസ്റ്റ് ഹെൽത്ത്, പിന്നത് വെൽത്ത് ഓർ മണി, പിന്നെ റിലേഷൻഷിപ്പ്, പിന്നെ വൈഫ്, ഹസ്ബൻഡ്, പാർട്ട്ണർ, പിന്നെ കിഡ്സ്, ഫാമിലി, ജോബ്, കരിയർ, ബിസിനസ്, നെക്സ്റ്റ് പേഴ്സണൽ ഗ്രോത്ത്. ഇത് പറയാം. എവിടെ പറയേണ്ടത് ഇതിനെ പറഞ്ഞ ഒരു മിനിറ്റ് പറയാം. ഫസ്റ്റ് ഹെൽത്ത്. നിങ്ങൾക്ക് ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളതായിരിക്കും. എങ്ങനത്തെ ഹെൽത്ത് വേണം, എത്ര കിലോ കുറയണം, എത്ര കിലോ കൂട്ടണം എന്നുള്ളതായിരിക്കും ഹെൽത്ത്. അതൊക്കെ നിങ്ങളുടെ ഇതാണ്, എഴുതേണ്ടതാണ്. ഇവിടെ പെൻ ചെയ്യാനുള്ളത് നിങ്ങളുടെ എഴുതുക. നമ്മുടെ ഹെൽത്ത് എങ്ങനെ വേണം, എത്രത്തോളം ആരോഗ്യം നമുക്ക് വേണം, അത് എഴുതുക. നടന്ന പോലെ ആയിക്കോട്ടെ. ഇപ്പൊ ഓൾറെഡി ആയി, സംഭവിച്ച പോലെ എഴുതാം. അത് ആയി, ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത് എപ്പോഴും ചെയ്യാൻ നല്ല സംഭവമാണ്, അടിപൊളി പരിപാടിയാണത്. ഞാൻ ചെയ്തിരുന്നതായിരുന്നു മുൻപ്, നിങ്ങളും ചെയ്യുക. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. ഓക്കെ, ഇനി വെൽത്ത് ഓർ മണി. ഈ മണി എങ്ങനെ വേണം, എത്ര മണി വേണം, പണം വേണം, അതെങ്ങനെ എഴുതാം. ഇപ്പൊ ഈ വർഷം ഇത്രയും തുക, ഈ വർഷം ഇത്രയും തുക, ഈ മാസം ഇത്രയും തുക, ഈ മാസം ഇത്രയും തുക, അങ്ങനെ ആക്കി എഴുതാം. ഇപ്പൊ നമ്മള് അടുത്ത ജനുവരിയിൽ ഇത്ര തുക മാസം കിട്ടി, നെക്സ്റ്റ് ഫെബ്രുവരി അതിന് കൂടുതൽ കിട്ടി എഴുതാം. ഒരു തുക എഴുതണം, തുക കറക്റ്റ് എഴുതിക്കോട്ടാ. കിട്ടി, ഈ വർഷം എനിക്ക് ആനുവൽ ഇൻകം ഇത്ര കിട്ടി, അങ്ങനെ എഴുതാം. ലഭിച്ചു എന്ന് എഴുതാം.
ഓക്കെ, ഹെൽത്ത് എഴുതി, വെൽത്ത് എഴുതി, മണിയും ഗോൾ എഴുതി. നെക്സ്റ്റ് റിലേഷൻഷിപ്പ് അഥവാ മാരേജ്. ഇത് ആർക്കാ റിലേഷൻഷിപ്പ് ഉള്ളത് അവർക്ക് എഴുതിക്കും. മാരേജ് ചെയ്യുന്നവർക്ക് അവർക്ക് എഴുതാം. നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെ വേണം? ഇപ്പൊ പാർട്ട്നേഴ്സ് ഇവിടെ എല്ലാവർക്കും പാർട്ട്നേഴ്സ് ഉണ്ടെന്നൊക്കെ അറിയാം. ഇനിയിപ്പോ അതില്ലെങ്കിൽ റിലേഷൻഷിപ്പ് എങ്ങനെ വേണം? ഓൾറെഡി ഇപ്പൊ ആ റിലേഷൻഷിപ്പ് പാർട്ട്ണർ ഇല്ലേ, ഇപ്പൊ നിങ്ങൾക്കുള്ള പാർട്ട്ണർ അത് എങ്ങനെ വേണമെന്നിരിക്കും, എങ്ങനെ ആവണം എന്നിരിക്കും, ആയി നട്ടിയതാണ് കേട്ടോ. നിങ്ങൾക്കുള്ള പാർട്ട്ണർ റിലേഷൻഷിപ്പ് മാരേജിലുള്ള പാർട്ട്ണർ എങ്ങനെ വേണം അതായിരിക്കും ആ വ്യക്തി. നിങ്ങൾക്ക് എങ്ങനെ എന്താ പറയാ, നിങ്ങളിപ്പോ ആ സ്നേഹം, ആ കെയറിങ് ഏതുപോലെ വേണം എന്നുള്ളത് അത് എഴുതാം. അവിടെ തന്നെ അടുത്തതിലും ഇത് പറയാം, വൈഫും ഹസ്ബൻഡും ഇത് വരുന്നുണ്ട്, അവിടെ എഴുതാട്ട് നമുക്ക്. അപ്പൊ അവര് എങ്ങനെ എന്നുള്ള എഴുതാം. ഓക്കെ, റിലേഷൻഷിപ്പ് ആയാലും മാരേജ് ആയാലും എങ്ങനത്തെ വേണം അത് ആ ടീംസിന്. പിന്നെ വൈഫ്, ഹസ്ബൻഡ്, പാർട്ട്ണർ അവർക്ക് എങ്ങനെയാണെന്നുള്ള അവരെങ്ങനെ എഴുതാം. നെക്സ്റ്റ് നമ്മുടെ കിഡ്സ്, നമ്മുടെ കുട്ടികൾ എങ്ങനെ വേണം എന്നുള്ളത് ഒന്ന് എഴുതിക്കും. അവരുടെ സ്വഭാവത്തിന്റെയും അവരുടെ സ്നേഹത്തിന്റെയും കെയറിങ്ങിന്റെയും അതായിരിക്കും. കുറച്ചുള്ളോട്ടോ, പേടിക്കൊന്നും വേണ്ട, ടെൻഷനാവൊന്നും വേണ്ട, ഇപ്പൊ കഴിയും. അടുത്തത് നമ്മുടെ ജോബ്. അതൊക്കെ ജോബ് വേണം, ജോബിലെ കരിയർ എങ്ങനെ വേണം എന്നുള്ളത്. ഏത് ജോബ് വേണം, ഏത് കരിയർ വേണം. അത് PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, RRB, IRB, UPS, പിന്നെ എന്ത് ജോബ് ആവശ്യം അത് എന്തായിക്കോട്ടെ, എഞ്ചിനീയറിംഗ്, ഡോക്ടർ, അത് ഏതാ അവിടെ. അതിൻ്റെ അപ്പുറത്തന്നെ ഓവറായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ് ചെയ്യാം, അത് പറ്റി ഏതാ ബിസിനസ്, ഏത് ബിസിനസ് വേണം അത് ഏതാം. ഓക്കെ, കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയാണ് നമ്മൾ ആ ഒരു ഗോൾസിന്റെ സംഭവം ഇതാണുള്ളത്. ഇനി നമുക്ക് പതിപ്പിക്കേണ്ട, നമുക്ക് ഈ സംഭവം ഉള്ളിലേക്ക് എടുക്കാനായിട്ടുള്ള ഇനി എഴുതണം, വേണടക്കേണ്ട, ഏതാനും ഇനിയുണ്ട്. വൈ ഐ ഡിസർവ് ഓൾ ദിസ്. അപ്പൊ ഞാൻ ഇത് ഡിസർവ് ചെയ്യണം. അപ്പോ എഴുതിക്കോ, ഞാൻ വലിയ കാര്യങ്ങളിൽ അർഹനാണ്. ഞാൻ വലിയ കാര്യങ്ങൾക്ക് അർഹനാണ്. വലിയ കാര്യങ്ങൾക്ക് അർഹനാണ്. അഫർമേഷൻ തരാനാണ്. ഞാൻ ദിവസേന വളരുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ വലിയ കാര്യങ്ങൾക്ക് അർഹനാണ്, അല്ലെങ്കിൽ അർഹയാണ്. ലേഡീസ് അർഹയാണെന്ന് ഏതാ, അർഹനാണെന്ന് ജെൻസ് ഏതാ. ഞാൻ ദിവസേന വളരുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എനിക്ക് ആകർഷിക്കാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എനിക്ക് ആകർഷിക്കാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എനിക്ക് ആകർഷിക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഫ്യൂച്ചറിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഫ്യൂച്ചറിൽ ജീവിക്കുന്നു. ഇപ്പൊ കഴിയട്ടോ, 5 പോയിന്റ് കൊണ്ട് അങ്ങനെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഫ്യൂച്ചറിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ ജീവിക്കുന്നു. അടുത്തത്, എൻ്റെ ആരോഗ്യം ശക്തമാണ്. എൻ്റെ ആരോഗ്യം ശക്തമാണ്. കഴിഞ്ഞു. എൻ്റെ ആരോഗ്യം ശക്തമാണ്. എൻ്റെ ബാങ്ക് ബാലൻസ് സന്തോഷം തരുന്ന നിലയിൽ ഉയരുകയാണ്. എൻ്റെ ബാങ്ക് ബാലൻസ് സന്തോഷം തരുന്ന നിലയിൽ ഉയരുകയാണ്. ഓക്കെ, എൻ്റെ ബാങ്ക് ബാലൻസ് സന്തോഷം തരുന്ന നിലയിൽ ഉയരുകയാണ്.
ഓക്കെ, അടുത്തത് എന്റെ ബന്ധങ്ങൾ സ്നേഹത്തിലും സമാധാനത്തിലും നിറഞ്ഞിരിക്കുന്നു. എന്റെ ബന്ധങ്ങൾ സ്നേഹത്തിലും സമാധാനത്തിലും നിറഞ്ഞിരിക്കുന്നു. എന്റെ ബന്ധങ്ങൾ സ്നേഹത്തിലും സമാധാനത്തിലും നിറഞ്ഞിരിക്കുന്നു. എന്റെ കരിയർ, ജോബ് ഓർ ബിസിനസ്. എന്റെ ബിസിനസ്, ജോബ്, കരിയർ പുതുക്കുകയാണ്. എന്റെ ബിസിനസ്, ജോബ് ഇതെല്ലാം പുതുക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞു. എന്നിട്ട് അടിയിൽ നിങ്ങളെ പേര് എഴുതാ, ഈ ഡേറ്റ് എഴുതാ, ഒരു സൈൻ ചെയ്യാം. എഴുതിക്കോ, അടിയിൽ പേര് എഴുതാ, ഡേറ്റ്, പേര്, സൈൻ ചെയ്യാം. കഴിഞ്ഞു. ഈ ഡേറ്റ് എഴുതാ, തീയതി എഴുതാ, പേര്, സൈൻ ചെയ്യാം. ഓക്കെ, സെറ്റായി. ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ സംഭവം എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾ എന്നും എഴുതിക്കൊണ്ടിരിക്കുക. ഇനിയുണ്ട് ഞാൻ അയച്ചുതരാം ബാക്കിയുള്ളത്. ഇനിയും പോയിക്കാൻ നിങ്ങൾ ചിലപ്പോൾ എന്നെ ഓടിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ബാക്കി തരാത്തത്. ഇനിയും കുറച്ചും കൂടി ഉണ്ട്. ഞാനത് ഇട്ടുതരാം എന്തെങ്കിലും ഗ്രൂപ്പിക്ക്. അപ്പൊ അതും കൂടി ഒന്ന് ആഡ് ചെയ്തിരിക്കും. കാരണം കുറച്ചുകൂടി തരാനുണ്ട്. ഇനി നിങ്ങൾക്ക് മൈക്ക് ഓണൊക്കെ എന്തെങ്കിലും പറയാം. അപ്പൊ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് പറയട്ടെ, ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഫ്യൂച്ചർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു പ്രവർത്തിക്കേണ്ട എപ്പോഴും ഒരു ചെറിയ സ്റ്റെപ്പ് വയ്ക്കുക ദിവസേന. പിന്നെ ഒരു കാര്യം പറയുന്നു, ഭയം ഒഴിവാക്കാം, നമുക്ക് വേണ്ട. ഭയം എന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോണാണ്. അവിടെ നിന്ന് കടക്കുക. മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്നു ചിന്ത മാറ്റി വയ്ക്കുക. തോൽക്കും എന്നുള്ള ഭയം നമ്മൾ നിർത്തുക. കാരണം തോറ്റു പോകുമ്പോൾ, ഇറങ്ങിക്കഴിഞ്ഞ് തോറ്റു പോകുന്ന സംഭവം നിർത്താം. നമ്മൾ തോക്കണമല്ലോ നമ്മള്, എല്ലാം മുന്നിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. തോറ്റു കഴിഞ്ഞാൽ പ്രവർത്തിക്കുക. നമുക്ക് ഈ സംഭവം ഇത് മാറ്റി. അപ്പൊ എഴുതിച്ചു ഭയവും പിന്നെ ഭയം മാറ്റി വെച്ചു. രണ്ട് കാര്യം ചെയ്യാം. ഒന്ന് ഭയം മാറ്റാം, പിന്നെ കൺസിസ്റ്റൻസി പ്രവർത്തിക്കാം. രണ്ടും മാറ്റാം. ഡേറ്റ് ഇന്നാണല്ലോ, ഡേറ്റ് നമ്മൾ എന്ന് എഴുതുന്നു അന്നത്തെ ഡേറ്റ് ചെയ്താ. നാളെ ഇപ്പൊ എന്നാണ് ഇത് ഡെയിലി എഴുതാൻ ടൈം, ഡെയിലി എഴുതിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നാളെ എഴുതുമ്പോൾ നാളെ ഡേറ്റ് ഇടാം. ഓക്കെ, ഇതുപോലെ ചെയ്യാം. ഈ പറഞ്ഞ ഭയം, നിങ്ങൾക്ക് ക്യാമറ ഓണാക്കുള്ള ഭയമില്ല, അത് ഓഫ് ആക്കുന്നതിൽ ഓൺ ആക്കാൻ ശ്രമിക്കുക. എപ്പോഴും ക്യാമറ ഓൺ ആക്കുമ്പോൾ ധൈര്യം വരും നിങ്ങൾക്ക്. പിന്നെ കൺസിസ്റ്റൻസി പ്രവർത്തിക്കുക. ഡിസിപ്ലിൻസ് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയെടുക്കുക ലൈഫിൽ. പിന്നെ നമ്മൾ മൈൻഡിനെ കാമാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. മൈൻഡ് നിയന്ത്രിച്ചിട്ട്, അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് ഒന്ന് ബ്രീത്ത് എടുത്തിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് ഇരിക്കാം. പിന്നെ ചെയ്യേണ്ടതാണ്, പിന്നെ അങ്ങനെ ഒന്നുമില്ല. സ്വന്തം സമയം നമ്മൾ നിയന്ത്രിക്കണം കേട്ടോ. കറക്റ്റ് സമയത്ത് നമ്മൾ നിയന്ത്രിക്കണം. പിന്നെ കാര്യം പറയുന്നത്, സ്വാർത്ഥത പാടില്ല കേട്ടോ. സ്വന്തം കാര്യം നോക്കിയിട്ട് മാത്രം അങ്ങനെ നിൽക്കരുത്. പലപ്പോഴും നമുക്കുള്ള ഒരു ഇതാണ്, നമുക്കുള്ള കാര്യം പറഞ്ഞു നോക്കുമ്പോൾ മടിയായത് പോലെ കഴിവുണ്ടെങ്കിൽ. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ അന്നത്തെ ഞാൻ ഇവിടെ ഇരിക്കൂല, നിനക്കൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആവരുത്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അപ്പൊ നിങ്ങളെ വളരുന്നത്, അവർ മാത്രമല്ല. ഓക്കെ, അത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കാര്യം, ഈ നിമിഷം ജീവിക്കുക. ഫ്യൂച്ചർ, പാസ്റ്റ് അവിടേക്ക് ഫോക്കസ് ചെയ്യണം. പാസ്റ്റ് ഫോക്കസ് ചെയ്യരുത് കേട്ടോ. ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്ന് അത് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇനി ഈ നിമിഷം ജീവിക്കുക. കാരണം നമ്മൾ പാസ്റ്റിൽ നമ്മൾ എങ്ങനെയായിരുന്നു, പണ്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ജീവിക്കുകയാണല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ആ ഫ്യൂച്ചർ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ സംഭവം നമ്മൾ കറക്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് മൈക്കോണേക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങൾക്ക് ചാൻസ് തരുന്നു. സാറ്, പ്രപഞ്ചം എന്റെ ജീവിതം ചിന്തിക്കുന്നതിൽ ബാക്കി ഞാൻ എഴുതിയില്ല. സ്പീഡായിപ്പോയി, വിട്ടുപോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എവിടെ പോയി നോക്കാനാണ്? അതെ, എവിടെന്നാ വന്നിട്ടുള്ളത്? പ്രപഞ്ചം റെക്കോർഡ് നോക്കട്ടെ. പ്രപഞ്ചം എന്റെ ജീവിതം ചിന്തിക്കുന്നതിൽ